സ്റ്റുഡൻസ്, എടാ നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഇതാ അടുത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും +2 പബ്ലിക് എക്സാമിന് 100% ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. ഓക്കെ, ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമേ എന്നാണ്. സോ ഇതിനെ നമുക്ക് രണ്ടും കൂടി ഇതിനെ എന്തെന്നും വിളിക്കാം, CV എന്നും നമുക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും +2 പഠിക്കുന്ന നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഈ +2 ഒക്കെ കഴിഞ്ഞ് പല പല കോഴ്സുകളിലേക്ക് പോകും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പല പല ജോലികൾക്ക് പോകും. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവരാണ്. സോ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ CV അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. സോ ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. ഈ ഒരു ഒറ്റ വീഡിയോയോട് ഒരു 10 മിനിറ്റോട് കൂടി നമ്മൾ എങ്ങനെയാണ് ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും ഒരു റെസ്യൂമേയും ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് മിസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആപ്ലിക്കേഷൻ ലെറ്റർ ഫോർമാറ്റ്. ആദ്യം നമ്മൾ ലെറ്റർ ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ലെറ്റർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കറക്റ്റ് ഒരു പേജിൽ നിങ്ങൾ എഴുതുക കേട്ടോ. ഒരു പേജിൽ ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും ഒരു പേജിൽ നിങ്ങൾ എന്തും എഴുതുക, നിങ്ങളുടെ റെസ്യൂമിയും എഴുതുക. ഓക്കെ, സോ ഈ ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഫോർമൽ ലെറ്ററിന്റെ ഒരു പാറ്റേൺ തന്നെയാണ്. ഓക്കെ, ഫോർമൽ ലെറ്ററിന്റെ പാറ്റേൺ തന്നെയാണ് ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിന്റെ ഫോർമാറ്റ്. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രം അഡ്രസ്, ആരാണോ കത്ത് അയക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും നിങ്ങൾ എഴുതാം, ഡേറ്റ് എഴുതാം. ഒക്കെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ. എങ്ങനെയാണോ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് അതേപോലെ ആ ഒരു സൈഡിൽ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ ടു അഡ്രസ് കൊടുക്കുക. ടു അഡ്രസ് എന്താണ്, ആർക്കാണോ അയക്കുന്നത്. അതിപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ, മിസ് ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ തരുമ്പോൾ അവിടെ ആർക്കാണ്, മാക്സ്വെൽ ആൻഡ് കമ്പനി 133 മെറൈൻ സ്ട്രീറ്റ് മുംബൈ റിക്കയർ ഓഫീസ് അസിസ്റ്റൻസ് എന്നൊക്കെ ഉണ്ടാവും. സോ ആ ഒരു കമ്പനിയുടെ പേരും അഡ്രസ്സും ഒക്കെ കൊടുക്കും. സോ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം, ടു അഡ്രസ്സിൽ കൊടുക്കാം. ഇനി നിർബന്ധമായിട്ടും ഒരു ലെറ്ററിന് അല്ലെങ്കിൽ ഒരു ഫോർമൽ ലെറ്ററിന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് സബ്ജക്ട്. സബ്ജക്റ്റിന്റെ അവിടെ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് കൊടുക്കുക. എന്നിട്ട് എന്താണോ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഏത് പോസ്റ്റിന് വേണ്ടിയിട്ടാണോ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ പോസ്റ്റ് ഇവിടെ കൊടുക്കുക. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റൻസ്. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ അടുത്തത് സല്യൂട്ടേഷൻ ആണ്. നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സർ, മാഡം, റെസ്പെക്റ്റഡ് സർ, റെസ്പെക്റ്റഡ് മാഡം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ ബോഡി പാരഗ്രാഫിലേക്ക് വരണം. എടാ 3 പാരഗ്രാഫ് ആയിട്ടാണ് നിങ്ങൾ ആ ഒരു ബോഡി പാരഗ്രാഫ് എഴുതേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫ് ഷുഡ് include purpose of application and should refer newspaper in which advertisement for the post was featured. Okay, so ആദ്യത്തെ പാരഗ്രാഫിൽ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേർപ്പസ്. ഓക്കെ, ഞാൻ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു പേർപ്പസിനാണ് ആൻഡ് എന്റെ സ്കില്ലൊക്കെ ഇതിന് മാച്ച് ആകും. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ ഒരു ജോലിനെ പറ്റിയിട്ട് അറിയുന്നത് ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൽ നിന്നോ ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും അല്ലെ. സോ ആ ഒരു അഡ്വർടൈസ്മെന്റ് ഏതിൽ നിന്നാണോ കണ്ടത്, സോ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതുമ്പോഴോ വാട്ട് ദ എംപ്ലോയർ വാണ്ട്സ് ടു നോ, നിങ്ങളെ പറ്റിയിട്ട് ആ ഒരു എംപ്ലോയർ എന്തറിയണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ ഹോബീസ്, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ജോബിന് ആപ്റ്റ് ആവുന്നത്, ആ ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സ്കിൽസ് ആണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ അറിയാം, മാനേജിങ് സ്കിൽ ഉണ്ടോ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടോ, നിങ്ങൾ എങ്ങനെയാണോ ഒരു ജോലിക്ക് ആപ്റ്റ് ആവുന്നത് അത് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കണം സെക്കൻഡ് പാരഗ്രാഫ്. തേർഡ് പാരഗ്രാഫിലോ ഗിവ് അഷ്വറൻസ് യു ആർ ഫിറ്റ് ഫോർ ദ ജോബ് ആൻഡ് ക്യാൻ ഡു ഇറ്റ് വെൽ, നിങ്ങൾ ഉറപ്പ് നൽകുക അല്ലെ, നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു ജോലി ചെയ്യാൻ പറ്റും, നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് ആപ്റ്റ് ആണ്, നിങ്ങളാണ് ഈ ഒരു പോസ്റ്റിന് ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരു അഷ്വറൻസ്, ഒരു ഉറപ്പ് നൽകുന്നതാണ് തേർഡ് പാരഗ്രാഫിൽ നിങ്ങൾ എഴുതേണ്ടത്. സോ ഇങ്ങനെ ഓരോ പാരഗ്രാഫും 2-3 സെന്റൻസുകൾ മതി. ഇങ്ങനെ 3 പാരഗ്രാഫ് ആയിട്ട് എഴുതാം. എന്നിട്ട് ലെഫ്റ്റ് ബോട്ടം സൈഡിലായിട്ട് സൈൻ ഓഫ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, സിൻസിയർലി, ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈൻ ഓഫ് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ പേരും കൂടി എഴുതാം, ആരാണോ സെൻഡ് ചെയ്യുന്നത് അവരുടെ പേരും കൂടി എഴുതാം. പിന്നെ മിസ് ഓൾറെഡി പറഞ്ഞു അല്ലെ, ലിമിറ്റ് ദ ലെറ്റർ ടു 1 പേജ്, ഒരു പേജിലായിരിക്കണം ആ ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്ത പേജിലായിട്ട് കൃത്യമായിട്ട് ഒരു ബോക്സ് ഒക്കെ നിങ്ങൾ വരയ്ക്കാം. റെസ്യൂമേന്ന് ഹെഡിങ് കൊടുക്കാം. ആ ഒരു റെസ്യൂമേയിൽ നിങ്ങൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, നെയിം, നിങ്ങളുടെ പേര്, മെയിൽ ID,
ഫോൺ നമ്പർ, ഇതൊന്നും കറക്റ്റ് കൊടുക്കരുത് കേട്ടോ, കാരണം നിങ്ങളുടെ പബ്ലിക് എക്സാം ആണ്, നിങ്ങളുടെ ഐഡന്റിറ്റി ഒന്ന് റിവീൽ ചെയ്യരുത്. അപ്പൊ നിങ്ങളുടെ ശരിയായ പേരും നിങ്ങളുടെ ശരിയായ ഫോൺ നമ്പറും ശരിയായ മെയിൽ ഐ ഡി ഒന്നും കൊടുക്കണ്ട. എന്തെങ്കിലുമൊക്കെ ABC അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷുകാരുടെ പേരൊക്കെ എഴുതാം. ജോൺ എന്തെങ്കിലും ജോൺ ഹോനായി ഇതൊക്കെ എഴുതി വെക്കാം പേര്. ഓക്കെ, അപ്പുകുട്ടനോ എന്തെങ്കിലുമൊക്കെ പേര് എഴുതാം. മെയിൽ appukutan@gmail.com. ഫോൺ നമ്പർ എഴുതാം, വെറുതെ ഏതെങ്കിലും നമ്പർ എഴുതാം. ഏജ് കൊടുക്കാം, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് കൊടുക്കാം. മെറൈറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ എന്ന് എഴുതി വെക്കരുത് കേട്ടോ, മാരീഡ് ആണോ അല്ലേന്നാണ്, അൺമാരീഡ് എന്നാണ് എഴുതേണ്ടത്, അല്ലാതെ സിംഗിൾ എന്ന് എഴുതി വെക്കരുത്. ഓക്കെ, ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ MA ആണോ BSc ആണോ, എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ ആ ഒരു പ്രിഫറൻസ് തന്നിട്ടുണ്ടാവും, അതനുസരിച്ച് നിങ്ങൾ എഴുതുക. അല്ലെങ്കിൽ ആ ഒരു ജോബിന് ഏത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് മാച്ച്, അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക. എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കമ്പനിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 1 year എക്സ്പീരിയൻസ് ഇൻ ദിസ് കമ്പനി ആസ് ഇംഗ്ലീഷ് ഫാക്കൾട്ടി, ആ ഒരു പൊസിഷനും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യാം. സ്കിൽസ് എഴുതാം, എന്ത് പറയാം, മൾട്ടി ടാസ്കിങ് സ്കിൽസ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഈ സ്കിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ലാംഗ്വേജ്, കമ്പ്യൂട്ടർ സ്കിൽസ്, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ഏതൊക്കെ സ്കിൽസ് ആണ് അവർക്ക് നീഡഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും, അതും ഇൻക്ലൂഡ് ചെയ്യാം. ലാംഗ്വേജസ് ഇൻക്ലൂഡ് ചെയ്യാം, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നുള്ളത്. ഹോബീസും ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ഡിക്ലറേഷൻ ഇത് തന്നെ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചാൽ മതി കേട്ടോ. ഡിക്ലറേഷൻ എഴുതാ, I hereby declare that all the above given information are true and correct to the best of my knowledge, and if found other, I alone shall be responsible എന്ന് പറയാം. Thanking you, name and signature എന്ന് പറഞ്ഞിട്ട് ഡിക്ലറേഷനും കൊടുക്കാം കേട്ടോ. ഓക്കെ, സോ ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിന്റെയും റെസ്യൂമേന്റെയും ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ആദ്യം ഫുൾ ഡീറ്റെയിൽസ് തന്നു. മാക്സ്വെൽത്ത് ആൻഡ് കമ്പനി, 133 മെറൈൻ സ്ട്രീറ്റ്, മുംബൈ, റിക്വയർ ഓഫീസ് അസിസ്റ്റൻസ്. We, the leading logistics company, invites application from eligible candidates for the post of office assistant. Eligibility: graduation in any subject, computer skill, excellent communication skill, age below 30 years. കോണ്ടാക്ട് അസ് എന്ന് പറഞ്ഞിട്ട് ടെലിഫോണും ഫാക്സും മെയിലും ഒക്കെ കൊടുക്കാം. സോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമേയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ നോക്കിയാലോ. ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ, യുവർ നെയിം, യുവർ അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ് ഏതാന്ന് വെച്ചാൽ എഴുതാം, ഡേറ്റ് കൊടുക്കാം, ടു അഡ്രസ് കൊടുക്കാം, അത് HR മാനേജർ, മാക്സ്വെൽത്ത് ആൻഡ് കമ്പനി, 133 മെറൈൻ സ്ട്രീറ്റ്, മുംബൈ. സബ്ജക്ട് എന്താ കൊടുക്കുക, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റന്റ്. ഡിയർ സർ അല്ലെങ്കിൽ മാഡം, I am writing to express my interest in the position of office assistant. ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടുള്ള പൊസിഷനിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. ആസ് അഡ്വർടൈസ് ബൈ യുവർ എസ്റ്റീം കമ്പനി, നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. ഐ ആം എ ഗ്രാജുവേറ്റ് ഇൻ, ഏത് ഗ്രാജുവേഷൻ ആണോ വേണ്ടത് ആ ഒരു ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ബാച്ചിലർ ഓഫ് ആർട്സോ ബാച്ചിലർ ഓഫ് സയൻസോ ഏതാന്ന് വെച്ചാൽ എഴുതാം. ആൻഡ് ഹാവ് ഗുഡ് കമ്പ്യൂട്ടർ സ്കിൽസ്, ഇതൊക്കെ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഗുഡ് കമ്പ്യൂട്ടർ സ്കിൽസ് വേണമെന്നൊക്കെ. ഗുഡ് കമ്പ്യൂട്ടർ സ്കിൽസ് along with excellent communication abilities. ഈ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് കിടക്കാണ്. ഞാൻ ഈ ഒരു റോളിന് ആപ്റ്റ് ആണെന്ന് നമ്മൾ പറയാണ്. ആൻഡ് ഐ ആം കോൺഫിഡന്റ് ദാറ്റ് മൈ സ്കിൽസ് ആൻഡ് ഡെഡിക്കേഷൻ മേക്ക് മീ എ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫോർ ദിസ് റോൾ. ഇതൊക്കെ എല്ലാത്തിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ആ ഒരു കമ്പനിയുടെ പേരും ആ ഒരു റോളും മാത്രം മാറ്റിയാൽ മതി കേട്ടോ. ഐ ആം enthusiastic about contributing to the success of, കമ്പനി നെയിം എഴുതാം, മാക്സ്വെൽത്ത് ആൻഡ് കമ്പനി, വിച്ച് ഈസ് നോൺ ഫോർ ഇറ്റ്സ് എക്സലൻസ് ഇൻ, ഏത് ഇൻഡസ്ട്രി ആണോ, ലോജിസ്റ്റിക്സ് ആക്കാം, ചിലപ്പോൾ ഫിലിം ഇൻഡസ്ട്രി ആവാം, എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അതവിടെ മാറ്റിയാൽ മതി. ഇനി തേർഡ് പാരഗ്രാഫിൽ എന്താ എഴുതാം, ഐ വുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കസ് മൈ ആപ്ലിക്കേഷൻ ഇൻ ഫർദർ ഡീറ്റെയിൽ. പ്ലീസ് ഫൈൻഡ് മൈ റെസ്യൂമേ അറ്റാച്ച് ഫോർ യുവർ റെഫറൻസ്. അതെന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം, റെസ്യൂമേ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. താങ്ക് യു ഫോർ കൺസിഡറിങ് മൈ ആപ്ലിക്കേഷൻ. ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ പോസിറ്റീവ് റെസ്പോൺസ്. യുവർ സിൻസിയർലി ആൻഡ് യുവർ നെയിം, ഇത്രയും എഴുതാം. ആൻഡ് റെസ്യൂമേ കറക്റ്റ് ഒരു ബോക്സിലൊക്കെ വരച്ച് അടുത്ത പേജിൽ എഴുതാം കേട്ടോ. ബാക്കിലായിട്ട് റെസ്യൂമേ എന്ന് പറയാം, നെയിം കൊടുക്കാം, അഡ്രസ്സ്, ഫോൺ, ഇതൊന്നും കറക്റ്റ് അല്ല കേട്ടോ, നിങ്ങൾ നോക്കണ്ട. മെയിൽ ID കൊടുക്കാം, ഏജും ഡേറ്റ് ഓഫ് ബർത്തും, നാഷണാലിറ്റി കൊടുത്തു, മാരിറ്റൽ സ്റ്റാറ്റസ് അൺമാരിഡ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുത്തു, എക്സ്പീരിയൻസസ് 1 year ഇൻ ഏതെങ്കിലും ഒരു കമ്പനി നെയിമും കൊടുക്കുക, അതിന്റെ പൊസിഷൻ. ഓക്കെ, ഇവിടെ ആണെങ്കിൽ സീനിയർ ലോജിസ്റ്റിക്സ് ഏജന്റോ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. സ്കിൽസ് കൊടുത്തു, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, ലാംഗ്വേജസ് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഹോബീസ് കൊടുത്തു, റീഡിംഗ് ആൻഡ് ഡാൻസിങ്. എന്നിട്ട് ഡിക്ലറേഷനും കൊടുക്കുക, ഐ ഹിയർബൈ ഡിക്ലെയർ ദാറ്റ് all the above given information are true and correct to the best of my knowledge, and if found other, I alone shall be responsible, and thanking you, നെയിം ആൻഡ് സിഗ്നേച്ചർ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ റെസ്യൂമേയും സെറ്റായി. സോ ഒരു CV ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇത് രണ്ടും നിങ്ങൾ എഴുതണം കേട്ടോ. ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമേയും എഴുതണം. സോ ഇങ്ങനെ തന്നെ സ്പെസിഫൈ ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്.
ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ എന്ന് തന്നെ. സോ ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ താഴെ കുറച്ച് യെല്ലോ ഹാർട്സ്, മിസ്സിന്റെ ഫേവറേറ്റ് ഹാർട്സ് ആണ്, ആ ഒരു യെല്ലോ ഹാർട്സും കൂടി കമന്റ് ചെയ്തോളൂ കേട്ടോ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പബ്ലിക് എക്സാം ആൻഡ് ലവ് യു ആൾ. ബൈ.